കേരള സർവകലാശാല രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും മറുപടി സത്യവാങ്മൂലം നൽകും. രജിസ്ട്രാറായി ഡോക്ടർ KS അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റതിൽ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടി വരാനും സാധ്യത. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അതുപോലെ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരും. ആദ്യം സലീം മാലിക്കിലേക്ക്. സലീം, ഈ കേരള സർവകലാശാല തലപ്പത്ത് രാഷ്ട്രീയത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കുമോ ഇനി സഫർ ചെയ്യാൻ പോകുന്നത്? ഇതെന്താ ഈ നടക്കുന്ന ഇവിടെ ഈ സർവകലാശാല ആസ്ഥാനത്ത്? ഗുഡ് മോർണിംഗ്. സർവകലാശാല ആസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ, വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. അത് സർക്കാർ ഗവർണർ എന്ന നിലയിൽ തുടങ്ങിയ പോരാണ് ഇപ്പോൾ സർക്കാരിന് വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ഒരു വശത്തും, ഒപ്പം ഗവർണർക്ക് വേണ്ടി താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് മറ്റൊരു വശത്തും നിന്ന് ആ പോര് തുടരുന്നത്. അത് വലിയ തർക്കത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, സർവകലാശാലയിൽ സർവത്ര ആശയക്കുഴപ്പവും നിലനിൽക്കുകയാണ്. കാരണം ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തന്നെ ആകെ കലുഷിതമായിരുന്നു. അതിനുശേഷം നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുകയും VC യോഗം പിരിച്ചുവിട്ടു എന്ന് അറിയിച്ചതിന് ശേഷവും സിൻഡിക്കേറ്റ് യോഗം തുടരുകയും ചെയ്തു. അങ്ങനെ നിലവിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. KS അനിൽകുമാർ തിരിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, എന്നിട്ട് പോലും ഇന്നലെ വൈകുന്നേരം 4:30 തന്നെ തിരികെ എത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിൽ താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസിന് കടുത്ത അതൃപ്തിയാണുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ ഡെപ്യൂട്ടി രജിസ്ട്രാറിൽ നിന്ന് നിലവിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇന്ന് 9 മണിക്ക് മുൻപ് തന്നെ ജോയിന്റ് രജിസ്ട്രാർ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 9 മണിക്ക് മുൻപ് വിശദീകരണം നൽകിയില്ലെങ്കിലോ ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിലോ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ ഉൾപ്പെടെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ കാണണം. അങ്ങനെ ഇത് ഒരാൾക്കെതിരെയുള്ള നടപടി സിൻഡിക്കേറ്റ് ഇടപെട്ട് പിൻവലിക്കുമ്പോൾ അടുത്തയാൾക്കെതിരെ നടപടിക്കുള്ള സാധ്യത തുറന്നു വയ്ക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇന്നലെ 4:30 അധികമാരെയും അറിയിക്കാതെയായിരുന്നു KS അനിൽകുമാർ വീണ്ടും രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനായി എത്തിയത്. പക്ഷേ ഇന്ന് 9 മണിയോടുകൂടി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ABVPയുടെ പ്രതിഷേധത്തിന് സാധ്യത നിലവിലുണ്ട്. ഒപ്പം തന്നെ SFI സിസ തോമസ് എത്തുമ്പോൾ SFI തടയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. 17 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതായി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തിയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇതിനോടകം തന്നെ ഈ ഗവർണറെ തടഞ്ഞ ആ ദിവസത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ കനത്ത പോലീസ് കാവലാണുള്ളത്. ഇന്ന് ആ പോലീസ് കാവൽ കൂട്ടുകയും ചെയ്യും. അങ്ങനെ യൂണിവേഴ്സിറ്റി ആസ്ഥാനമാകെ കലുഷിതമാണ്. അതിനിടയിലാണ് അതിൻ്റെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് കൂടി പോകുന്നത്. പക്ഷേ ഈ രജിസ്ട്രാർ ഇപ്പോൾ നൽകിയ ഹർജി, അതായത് സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആ ഹർജി നൽകിയത്. ആ ഹർജി പിൻവലിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ ജോലിയിൽ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ആ ഹർജി പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ വിവേചനാധികാരമാണ്. കാരണം സിസ തോമസ് ഇന്ന് സത്യവാങ്മൂലം നൽകും. ആ വിഷയത്തിൽ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ സത്യവാങ്മൂലം നൽകും. അതുകൊണ്ട് തന്നെ അതൊക്കെ കോടതിയുടെ വിവേചനാധികാരമാണ്, അത് കോടതി നടപടികളാണ്. പക്ഷേ അതിനിടയിലാണ് ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനവും ആകെ കലുഷിതമായി മാറുന്നത്. താങ്ക് യു സലീം മാലിക്. അതുപോലെ ഇന്ന് ഹർജി കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, ഗുഡ് മോർണിംഗ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്യാം? ഇന്ന് ഡോക്ടർ KS അനിൽകുമാർ നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതിയിൽ നിന്ന് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേരുകയും ഈ രജിസ്ട്രാർക്കെതിരായ നടപടികൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി, സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ഹർജി പിൻവലിക്കാനുള്ള സാധ്യതയുള്ളത്. അതേസമയം VCയോട് കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ സത്യവാങ്മൂലം ഇന്ന് കോടതിയുടെ മുന്നിലെത്തും. അപ്പോൾ എന്താണ് ഈ സർവകലാശാലയിൽ സംഭവിച്ചത് എന്നതിൽ VCക്ക് പറയാനുള്ള ഭാഗം കൂടി കോടതിയുടെ മുന്നിലെത്തും. അതുപോലെ തന്നെ സർവകലാശാലയിലും പരിസരത്തും നടന്ന ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലെത്തും. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസിൻ്റെ ഒരു ഭാഗം കൂടി കോടതിക്ക് മുന്നിലെത്തും. അപ്പോൾ കോടതിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ധാരണ ഈ കേസുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുണ്ടാകും. ജസ്റ്റിസ് DK സിംഗിൻ്റെ ബെഞ്ചാകും ഇന്ന് ഈ കേസ് പരിഗണിക്കുക. സ്വാഭാവികമായും ഈ രജിസ്ട്രാർ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചു
കഴിയുമ്പോൾ അതിനുള്ള സാഹചര്യവും അതിൽ VC-യുടെ ഭാഗം എന്തായിരിക്കും എന്നുള്ളതും ഈ കേസിൽ ഇന്ന് നിർണായകമാണ്. ഏതായാലും രാവിലെ പ്രധാനപ്പെട്ട ഈ കേസ് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലെത്തും. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു, ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ആ കേസ് ഇന്ന് സത്യവാങ്മൂലങ്ങളുമായി ഹൈക്കോടതിയുടെ മുന്നിലെത്തുമ്പോൾ കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഇന്ന് ഈ VC-യുടെയും രജിസ്ട്രാറുടെയും വിശദീകരണങ്ങൾ കോടതിയുടെ മുന്നിലെത്തും. അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടും കോടതി പരിഗണിക്കും. SKN. Okay, thank you.